ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഇന്നലെ നമ്മൾ ഇട്ടിരുന്നത് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാമെന്നായിരുന്നു. സോ ഇന്നാണ് നമുക്ക് അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണിലിട്ട് വയ്ക്കുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് രണ്ട് രീതിയിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്കിതുപോലെ കമ്പ്യൂട്ടറിൽ ഒരു കുഴപ്പമില്ലാതെ വർക്കാവുന്ന സമയത്തും. രണ്ട്, നമുക്ക് കമ്പ്യൂട്ടർ ഓണേ ആകാത്ത രീതിയിലും നമുക്ക് ഓണേ ആവാത്ത സമയത്തും നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഓണായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് ലോഡ് ആവുന്ന കാണാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടിരിക്കുന്നതെന്ന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. കുറച്ച് അടുത്തതിന് ശേഷം നമുക്കിതുപോലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നതായിരിക്കും. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാണ്ട് വായിക്കാൻ നിന്നാൽ ഇന്നൊന്നും നടക്കില്ല, കുറേ ഉണ്ട്. സോ അടുത്ത് നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ലോഡിംഗ് പേജിലേക്കായിരിക്കും പോകുന്നത്. ഇതും കുറച്ച് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പെക്സൊക്കെ വെച്ച് ടൈം വ്യത്യാസം വരാനുണ്ടെങ്കിലും മിനിമം ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും. സോ അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഫയൽസ് എല്ലാം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. നമുക്ക് പേഴ്സണൽ ഫയൽസ് മാത്രമായിട്ട് വയ്ക്കാം, എല്ലാ ഫയൽസും വയ്ക്കാം, അല്ലെങ്കിൽ ഒന്നും വയ്ക്കാതിരിക്കാം. അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിടന്നത്. ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നമുക്ക് അടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്കായിരിക്കും വരുന്നത്. സോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സ് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ ഓഫായിരിക്കുന്ന സമയത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമ്മുടെ രണ്ടാമത്തെ രീതിയിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മദർ ബോർഡിൻ്റെ പേര് എഴുതി വരുമ്പോൾ ഇങ്ങനെ F11 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ടാബ് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പേരും അതുപോലെ തന്നെ പെൻഡ്രൈവിൻ്റെ പേരും ഉണ്ടായിരിക്കും. അതിൽ പെൻഡ്രൈവിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ലോഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു ടാബായിരിക്കും വരിക. ഇത് നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പേജ് വരും. അവിടെ ഇൻസ്റ്റാളിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കടുത്ത് പ്രോഡക്റ്റ് കീ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും വരിക. നമ്മുടെ മിക്കവരുടെയും പ്രോഡക്റ്റ് കീ വാങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി കാണത്തില്ല, കാരണം 3000 രൂപ അടുപ്പിച്ചാവും. അപ്പോൾ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് കീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ അത് സെലക്ട് ചെയ്യുക. സോ ഇനി നമുക്ക് വിൻഡോസിൻ്റെ ഏത് വേരിയൻ്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ വിൻഡോസ് 10 ഹോം, വിൻഡോസ് 10 ഹോം ന്യൂ, അതുപോലെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിൻഡോസ് 10 വേണോ, വിൻഡോസ് പ്രോ വേണോ, വിൻഡോസ് എഡ്യൂക്കേഷൻ വേണോ, ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന വിൻഡോസ് 10 ഹോം ആണ്. ഇത് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള 2 ഓപ്ഷൻ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ഇൻസ്റ്റാൾ വിൻഡോസ് ആൻഡ് കീപ് ഫയൽ സെറ്റിംഗ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്കിപ്പോൾ അത് വേണ്ട, അതുകൊണ്ട് കസ്റ്റമാണ് കൊടുത്തത്. ഇതിൽ നമുക്ക് ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്രൈവിലാണ് എൻ്റെ നേരത്തെയുള്ള വിൻഡോസ് ഉള്ളത്. അതെനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡ്രൈവ് എനിക്ക് ഫോർമാറ്റ് ചെയ്ത് കളയണം. അതുകൊണ്ട് തന്നെ ഞാൻ ഫോർമാറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വാർണിംഗ് വരുന്നുണ്ട്. അത് ഓക്കെ കൊടുത്ത് ഒന്ന് പോകുമ്പോൾ നമുക്ക് ആ ഡ്രൈവ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. സോ അതത്രയും ഫ്രീ ആകുമ്പോൾ നമുക്ക് ആ സ്പേസിലേക്ക് നമ്മുടെ പുതിയ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടാബ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ഇൻസ്റ്റാളേഷനാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കുറച്ചധികം സമയമെടുക്കുന്ന ഒരു സംഭവമാണ്. സോ ഞാനിതൊന്ന് സ്പീഡിലിട്ട് കാണിക്കുകയാണ്. സോ ഇത്രയും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് റീബൂട്ടായി വരും. റീബൂട്ടായി വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ടാബായിരിക്കും കാണാൻ പറ്റുക. ഇത് കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം സോ അടുത്ത ടാബ് വരുമ്പോൾ തന്നെ നമ്മുടെ കോർട്ടോണ ചേച്ചി ഒന്ന് നമുക്ക് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും. അതിൽ ആ വോയിസിൽ പറയുന്നത് പോലെ ക്ലിയറായിട്ട് ചെയ്താൽ മതി. വേറെ നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട പരിപാടികളൊന്നുമില്ല. നമുക്കടുത്ത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ അങ്ങ് സെറ്റപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫുള്ളായിട്ട് നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ വിൻഡോസ് ഇതാ ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിൻഡോസ് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ കിഡിലം വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും എത്തുകയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.